ഇന്നലെ വരെ കേട്ടതിന് അപ്പുറമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് കാട്ടിയെന്ന് അവർ പോലീസിന് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ. ഒരു തികഞ്ഞ പെർവേർട്ട് എന്ന മട്ടിൽ ഹീനമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചതെന്നും അതിനുശേഷം പെരുമാറിയതെന്നും അതിജീവിത മൊഴി നൽകി. ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുക, ആ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തി അത് വീണ്ടും കാട്ടി ബലാത്സംഗം ചെയ്യുക, സമ്മർദ്ദം ചെലുത്തി പ്രാകൃതമായ മാർഗം ഉപയോഗിച്ച് ഭ്രൂണഹത്യ ചെയ്യിക്കുക, അതിനിന്ദ്യമായ കുറ്റാരോപണങ്ങളാണ് അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR-ൽ നിറയെ. ഇതൊക്കെ വാർത്താമാധ്യമങ്ങളിലൂടെ കേട്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് എങ്ങനെ ഈ വിധം പെരുമാറാനാകും എന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കുകയാണ് കേരളം. അതിനിടയിലും അതിജീവിതയായ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ട് ഒരുപറ്റം നേതാക്കൾ കുറ്റാരോപിതന് സംരക്ഷണം തീർത്തും എത്തിയിട്ടുണ്ട്. അറസ്റ്റ് ഭയന്ന് ഇന്നലെ ഉച്ചയോടെ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. പ്രതി രാജ്യം വിടുന്നത് തടയാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആദ്യം RDX റാം. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് FIR. രാഹുൽ യുവതിയെ നിരന്തരം ബലാത്സംഗം ചെയ്തു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണി മുഴക്കി. ഇതോടെ യുവതി മാനസികമായും ശാരീരികമായും തകർന്നു. ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ബലാത്സംഗം തുടർന്നു. പെൺകുട്ടിയുടെ മൊഴിപ്രകാരം കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയമല പോലീസ് കേസെടുത്ത നേമം സ്റ്റേഷനിലേക്ക് കൈമാറി. 3 വെച്ച് കുറ്റകൃത്യം നടന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ്. നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ഒളിവിൽ തുടരുന്ന രാഹുലിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ DCP-മാരും ഉൾപ്പെടും. അറസ്റ്റ് ഉറപ്പായതോടെ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. ബലാത്സംഗ കുറ്റവും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന കുറ്റവും നിലനിൽക്കില്ലെന്നാണ് പ്രതിയുടെ വാദം. ജാമ്യ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിച്ചേക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചും പരാതി നൽകിയ പെൺകുട്ടിയെ അധിക്ഷേപിച്ചുമാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചത്. അതിജീവിതയായ പെൺകുട്ടി CPIM-ന് കിട്ടിയ ഇരയാണെന്നും കേസ് തെരഞ്ഞെടുപ്പ് കാലത്തെ CPIM-ന്റെ കെണിയാണെന്നും UDF കൺവീനർ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി വീട്ടിൽ ഈ ഇര പോയി എന്നാണ് ഇന്ന് പത്രങ്ങളിലൂടെ വായിച്ചതാണ്, മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്തകൾ മാത്രമാണ്. അപ്പോൾ ആ ഇരയെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാണ്? അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങേയറ്റം ന്യായീകരിച്ചായിരുന്നു VK ശ്രീകണ്ഠൻ MP-യുടെയും പ്രതികരണം. രാഹുലിനെതിരെ പുറത്തുവന്ന ഓഡിയോ സംഭാഷണം ഗൗരവ സ്വഭാവമുള്ളതല്ലേ എന്ന ചോദ്യത്തിന് ഫോറൻസിക് പരിശോധന നടത്താനായിരുന്നു VK ശ്രീകണ്ഠന്റെ മറുപടി. MLA എവിടെ എന്ന ചോദ്യത്തിന് താൻ MLA-യുടെ PA അല്ലെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ. ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ, നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സമില്ലല്ലോ. ജനവിരുദ്ധമായ നയങ്ങൾ അദ്ദേഹത്തിന്റെ PA അല്ല ഞാൻ. പാർട്ടി എടുക്കേണ്ട നടപടികളെല്ലാം എടുത്തു. ഇനി നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യവും സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാം. പെൺകുട്ടിയുടെ ഒപ്പമാണോ അങ്ങടക്കമുള്ള നേതാക്കള്? നിയമത്തിന്റെ വഴിക്കുമോ? ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. ഇതേ സംബന്ധിച്ച് ആദ്യം മുതൽ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അതിജീവിതയെ ഹീനമായി അപമാനിച്ചാണ് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനും സംസാരിച്ചത്. ഇത്രയും നാൾ പരാതിക്കാരി ഒളിവിലായിരുന്നു എന്ന് തങ്കപ്പൻ ചോദിച്ചു. അതേസമയം അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉള്ള പ്രതികരണങ്ങൾ വന്നു. ഏറ്റവും ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് ആദ്യന്തം സ്വീകരിക്കുന്ന VD സതീശൻ ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിന്നു. അറബിക്കടൽ ഇരച്ചു വന്നാലും പിൻവാങ്ങില്ല എന്ന് പറഞ്ഞു. അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവട്ടെ കൂടുതൽ ശക്തമായ രൂക്ഷമായ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തി. ഇന്ന് വന്ന മറ്റ് പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണാം. വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത്. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും
കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും തയ്യാറാകണം. ഇത് ഇന്നലെ വന്നാണോ മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം? കേൾക്കട്ടെ, മിനിഞ്ഞാന്ന് വന്നാണോ? അല്ലല്ലോ ചേട്ടാ. ഇത് ആസങ്ങൾ അത് മാത്രമല്ല, ഒന്നും കൂടെ വരുന്നുണ്ട്. കേരള ഗവൺമെൻറ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷിച്ച് നടക്കുമായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് കേട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കണ്ടേ അന്തസ്സായിട്ട്? ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്തസ്സായി പറയണ്ടേ? അവിടെയാണ് വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം, ഞാൻ ആ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. 6-7 മാസമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പോൾ മാത്രം മറന്നേക്ക് പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ചോട്ടെ ഇപ്പോഴും പറഞ്ഞു, ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നു. അല്ല, സ്വാഭാവികമായിട്ടും ഒരു അന്തരീക്ഷം വന്നാൽ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതല്ലേ. നിയമപരമായി ഒരു വശം ഗവൺമെൻറ് തന്നെ തുറന്നു കൊടുത്തപ്പോൾ പിന്നെ ആ നിയമവശത്തിൽ കൂടെ പോകല്ലേ ചെയ്യാൻ കഴിയുക. ആ നിയമവശത്തിലൂടെ പോകട്ടെ, അതിന് പരിഹാരം തേടട്ടെ. അതാണ് കറക്റ്റായിട്ടുള്ള വഴി. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് ഇപ്പോൾ. ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ്. കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി അപ്പോൾ തീരുമാനിക്കും. അല്ല, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ. ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ. CPM ഇന്ന് നേരിടുന്ന ഈ നേതാക്കളുടെ അറസ്റ്റ് കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഈ അതിജീവിതയുടെ പുറത്ത് സമ്മർദ്ദമുണ്ടായി കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പോലീസിൻ്റെയോ പാർട്ടിക്കാരുടെയോ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ പരാതി കൊടുത്തത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ആ ഗവൺമെൻറ്റിന് പോലീസിന് അധികാരമുണ്ട്, അതൊക്കെ ചെയ്തോട്ടെ. പക്ഷെ അതിനുവേണ്ടി ഇപ്പോൾ തയ്യാറാക്കുമ്പോൾ ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു പരാതിയാണ്. അതിജീവിതയുടെ പരാതിയിന്മേൽ കേസെടുക്കണം, നടപടികളായി മുമ്പോട്ട് പോകണം. ഗവൺമെൻറ്റിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. അക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. ഞാൻ അപമാനിച്ചിട്ടില്ല. ഞാൻ ഇതിനകത്ത് ഒരു പെട്ടെന്ന് പ്രചാരണത്തിന് പോകുന്ന തിരക്കിൽ ഏറ്റവും ചുരുങ്ങിയ വരികളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടതാണ്. സാധാരണ ജനങ്ങൾക്ക് തോന്നാവുന്ന സംശയം എനിക്കും തോന്നിയത് കൊണ്ടിട്ടതാണ്. ഇപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു. ഞാൻ എപ്പോഴും അതിജീവിക്ക് ഇപ്പോഴും ഒരു പോലീസ് ഓഫീസർ, ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസുമായാണ് SFIയുടെ പ്രതിഷേധം. കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് നോട്ടീസ് കൈമാറാനുള്ള SFI പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു. മാർച്ച് 4 തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. 2025 മാർച്ച് 27 ഇതേ ഫ്ളാറ്റിൽ വെച്ച് നഗ്ന വീഡിയോ ബലം പ്രയോഗിച്ച് ചിത്രീകരിച്ചു എന്നും മൊഴിയുണ്ട്. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തി. 2025 ഏപ്രിൽ 22 വീണ്ടും ഫ്ളാറ്റിലെത്തിച്ച് വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു. 2025 മെയ്യിൽ പാലക്കാട്ടെ ഫ്ളാറ്റിൽ യുവതിയെ എത്തിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തു. 2025 മെയ് 30 രാഹുലിന്റെ സുഹൃത്ത് ജോബി ഭ്രൂണഹത്യയ്ക്കുള്ള ഗുളിക തിരുവനന്തപുരത്ത് എത്തിച്ചു കൊടുത്തു. കൈമരത്ത് വെച്ച് ഒരു ചുവന്ന കാറിൽ പെൺകുട്ടിയെ കയറ്റി നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചു. വീഡിയോ കോൾ വഴി പെൺകുട്ടി ഗുളിക കഴിച്ചു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ചു. ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ, വിശ്വാസവഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തത്. BNS 64, 89, 115, 351 വകുപ്പുകളും IT നിയമത്തിലെ 66C അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. BNS 64 ബലാത്സംഗത്തിനും BNS 89 നിർബന്ധിത ഭ്രൂണഹത്യയ്ക്കുമെതിരായ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടിരിക്കുന്നത്. ഇത് 10 വർഷം തടവ് മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ബാലാവകാശ കമ്മീഷനും ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നടപടി ഭ്രൂണഹത്യാ പരാതിയിലാണ്. സംസ്ഥാന പോലീസ് മേധാവിയോട് വീണ്ടും റിപ്പോർട്ട് തേടും.
തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും താൻ നിരപരാധിയാണെന്നുമാണ് വാദം. പരാതിക്കാരിയുമായുള്ളത് ദീർഘകാല സൗഹൃദമാണ്. യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല, നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. ഗർഭിണിയായെന്ന ആരോപണം ശരിയല്ല. പെൺകുട്ടി ഗർഭിണിയായെങ്കിൽ അതിന് ഉത്തരവാദിത്വം അവരുടെ ഭർത്താവിനാണ്. ബന്ധം ഉഭയസമ്മതപ്രകാരമാണെന്നതിന് സോഷ്യൽ മീഡിയ, വാട്സപ്പ് ചാറ്റുകളും കോളുകളും തെളിവാണ് എന്നുമാണ് ഈ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ പറയുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേസ് വന്നത് CPIM BJP കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണെന്നുമൊക്കെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപണവുമുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് കാരണം യുവതിയുടെ രാഷ്ട്രീയ താല്പര്യമാണ് എന്നതടക്കം അതിനെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടി കൊണ്ടുചെന്നെത്തിക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിക്കുന്നത്. സനീഷ്, ഇപ്പോൾ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുണ്ട്. ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എത്ര ക്രൂരമായാണ് ഈ കൃത്യത്തിലെല്ലാം പ്രതി ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ മൊഴി വന്നിരിക്കുന്നു. മറ്റൊന്ന് നേതാക്കളുടെ പ്രതികരണമാണ്. വളരെ ആർജവത്തോടെ VD സതീശനും രമേശ് ചെന്നിത്തലയും രാജ്മോഹൻ ഉണ്ണിത്താനും പോലെയുള്ള നേതാക്കന്മാർ പ്രതികരിക്കുമ്പോൾ ഒരു സംഘം നേതാക്കന്മാർ എന്താണ് നടക്കുന്നത് എന്നുള്ള ബോധ്യമില്ലാതെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഹൂളിഗൻസിനെ ഭയന്നിട്ടോ എന്തോ ആ വിചിത്രമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നതാണ് നമ്മളിന്ന് കണ്ടത്. എങ്ങനെയാണ് പൊതുവെ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഇതിനകത്ത് ഹർഷ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ച കാര്യമാണ്, ദിവസമാണ്. പക്ഷേ അതെല്ലാം സ്വാഭാവികമായ സംഭവങ്ങളുമാണ്, എല്ലാം പ്രവചിക്കാവുന്ന സംഭവങ്ങളുമാണ്. അതായത് രണ്ടും ഇപ്പോൾ കോടതിക്കകത്ത് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രോസസ്സിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതികരണങ്ങളാണെങ്കിലും നമുക്ക് പ്രവചിക്കാവുന്നതുമാണ്, നമ്മൾ സ്വാഭാവികമായിട്ട് കണക്കാക്കേണ്ടുന്ന കാര്യവുമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് പ്രതികരണങ്ങൾ വന്നതിൽ ഈ അടൂർ പ്രകാശിൻ്റെ ആവർത്തിച്ചുള്ള ഈ പെൺകുട്ടിയെ മോശപ്പെടുത്തിയുള്ള കമൻറ്റുകൾ വലിയ അങ്ങേയറ്റം അനോയിങ് ആണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഒട്ടും സംശയമില്ലാതെ പറയാം. അതിന് ഒരു കാരണം എന്താ വെച്ചാൽ, നമുക്ക് ആകെ കേരളത്തിൽ നമ്മൾ 3.25 കോടി ജനത വസിക്കുന്ന കേരളത്തിൽ 3 മുന്നണികളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ BJPയുടെ മുന്നണി ഭരണത്തിലൊന്നും വരാത്തതുകൊണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമ്മുടെ ഈ കേരളം ഉണ്ടായതിനു ശേഷം അപ്പുറം മാറി മാറി ഭരിച്ച 2 മുന്നണികൾ, ഭരണമുന്നണി LDFും UDFും ആണ്. അതിലൊരു മുന്നണിയെ നയിക്കുന്ന ആൾ ഇത്രക്ക് ക്രൂരമായിട്ട് പെരുമാറുന്നു, വർത്തമാനം പറയുന്നു എന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ എതിർപ്പ് മറ്റു ഭാഷകളിൽ കൂടെയും പറയാം. ആത്യന്തികമായിട്ട് ഒരു പെൺകുട്ടി നിയമത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് നിൽക്കുകയാണല്ലോ, അതിൽ ആ പെൺകുട്ടി തെറ്റാണ്, ഞങ്ങളുടെ നേതാവാണ്, രാഹുൽ മാങ്കൂട്ടമാണ് ശരി എന്ന് കണക്കാക്കാനും കരുതാനും ഒക്കെ ഉള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആവലാധികാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയെ നിയമത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും സർക്കാർ സംവിധാനത്തിൻ്റെയും രാഷ്ട്രീയ മേഖലയുടെയും ഒക്കെ അനുതാപപൂർവ്വമുള്ള ഇടപെടലിന് വേണ്ടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മുടെ പ്രബലമായിട്ടുള്ള മുന്നണികളിൽ ഒന്നിൻ്റെ തലപ്പത്തുള്ള ആൾ തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയും അധിക്ഷേപിക്കുന്നു എന്നത് അങ്ങേയറ്റം ഹീനമായിട്ടും നിന്ദ്യമായിട്ടും ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തീർത്തും ശരിയല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. മറ്റേതെങ്കിലും നേതാവ് ആ നിലക്ക് പരിഹസിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റ് പലരും പല കാര്യങ്ങളും കൊണ്ട് പരിഹസിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഇന്നത്തെ വർത്തമാനമായിട്ട് തോന്നിയത് നിശ്ചയമായിട്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വർത്തമാനമാണ്. വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന പോലെ, നാറിയവന് ചുമന്നാൽ ചുമന്നവന് നാറും എന്ന്. ശരിയാണല്ലോ, നമുക്കതറിയാം. അപ്പോൾ പക്ഷേ ഞാൻ നാറും എന്ന് തന്നെ നിശ്ചയിച്ചിട്ട് ഈ നാറിയവനെ ചുമക്കാൻ വേണ്ടി വരുന്ന നിരവധി ആളുകളുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അതിൽ നമ്പർ 1 നിൽക്കാനുള്ള തത്രപ്പാടിലാണ് അടൂർ പ്രകാശ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് അതുകൊണ്ട് പ്രതികരണങ്ങൾ ആ വഴിക്ക് പോകും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു കാരണം സ്വാഭാവികമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഹർഷ, അതായത് ഇത് നാളെ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ഇന്നലെ ഷാഫി പറമ്പിലിനെ പറ്റി പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരാശങ്കയുണ്ട്. നാളെ ഇയാൾ ഇത്രമാത്രം വലിയ കുരുത്തക്കടെല്ലാം കളിച്ചിട്ടും യാതൊരു ചമ്മലും ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിന്നിരുന്ന ഈ ചങ്ങാതി തിരിച്ച് വലിയ നേതാവായിട്ട് വരികയാണെങ്കിൽ, ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിരുന്നു ഞാൻ അന്ന് എന്ന് പറഞ്ഞ് ബൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചില നേതാക്കളെങ്കിലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. മറ്റ് ചില ആളുകൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട് ഹർഷ, അതായത് കോൺഗ്രസിൻ്റെ നേതാക്കൾ അപ്പാടെ ഇയാളെ അങ്ങ് തള്ളിപ്പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു അപകടം അവർക്ക് മനസ്സിലുള്ളത്, കോൺഗ്രസ് അവരുടെ യുവനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് വളർത്തിക്കൊണ്ടുവന്ന, വളരെ ചെറിയ പ്രായത്തിൽ 36 വയസ്സാണ് അയാൾക്കുള്ളത്, വളരെ ചെറിയ പ്രായത്തിൽ ഒരു MLA സ്ഥാനം കൊടുത്ത ഞങ്ങളുടെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള വളരെ ഗംഭീരനായിട്ടുള്ള നേതാവാണ് കേട്ടോ എന്ന് നാട്ടുകാരോടാകെ പറഞ്ഞിരുന്ന ഒരാൾ ഇത്രമാത്രം വഷളൻ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു എന്ന് തെളിയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിൽ ശേഷിയാണല്ലോ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. അതായത് നിങ്ങൾക്ക് ചെറുപ്പം മുതലേ അറിയുന്ന ആൾ, നിങ്ങളുടെ ഫോറത്തിലെല്ലാം കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിട്ടും നേർക്കുനേർ സംസാരിച്ചും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് 1-2 ആളുകളോട്, നിരവധിയായിട്ടുള്ള ആളുകളോട് വഷള് വർത്തമാനങ്ങൾ പറയുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഈ മറ്റ് നേതാക്കളുടെ വീട്ടിലെ സ്ത്രീകളും കുട്ടികളും വരെ ഇയാളായിരുന്നോ നിങ്ങളുടെ നേതാവ് എന്ന് അമ്പരപ്പോടെ ചോദിക്കുന്ന ഒരാളെയാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്ന് സമ്മതിക്കുക എന്നത്, അങ്ങനെ പൂർണ്ണമായിട്ട് സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളത് തങ്ങളുടെ നേതൃശേഷിയെ കൂടെ ബാധിക്കുന്നതാണ് എന്നൊരു
ഒരു തോന്നൽ കൂടെ ഈ നേതാക്കൾക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഒരല്പം ഒരു ബഫർ സോൺ ഇരിക്കട്ടെ എന്ന് വെച്ച് പതുക്കെ മാത്രം തള്ളിപ്പളയാം എന്ന് ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവുക. ഈ 2-3 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ബാക്കി കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുകയാണ്. പിന്നെയുള്ളത് കോടതിക്കകത്ത് എന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യമാണ്. ഈ കുട്ടി അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറേയൊക്കെ ഉള്ളത്. കുറേയൊക്കെ നമ്മൾ അറിയാത്ത, അയ്യോ ഇങ്ങനെയും ഇപ്പോൾ റേപ്പ് ചെയ്തു, പിന്നെ ഭവനഭേദനം നടത്തിയിട്ട് വീട്ടിലേക്ക് സമ്മതമില്ലാതെ കയറി വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു, പാലക്കാട്ടേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചെയ്തു, ഈ പറയുന്ന വീഡിയോ കോളിൽ വിളിച്ചിട്ട് മരുന്ന് കഴിക്കാൻ പ്രേരിപ്പിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ടും ഇത്രക്കൊക്കെ ഉണ്ടോ എന്ന് വീണ്ടും തോന്നിപ്പിക്കുന്ന സംഭവങ്ങളായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ദിവസത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ചങ്ങാതി ആദ്യമായിട്ട് ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്, അയാളുടെ വേർഷൻ എന്താണെന്ന് പറയുന്നത് ഈ ദിവസമാണ്. അത് ഇതുവരെ സംസാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ നിയമത്തിൻ്റെ വഴിയിലൂടെയാണ്, അഭിഭാഷകനിലൂടെയാണ് വരുന്നത് എന്നതാണ് അതിലേറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൗതുകം ഹർഷ, അതായത് ഇന്നലെ കോടതിക്ക് പുറത്ത് വക്കാലെടുത്തെടുത്ത അഭിഭാഷകൻ രാഹുൽ ഈശ്വർ, കോടതിക്ക് പുറത്ത് മാങ്കൂട്ടത്തിൽ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ വന്ന ഈശ്വര രാഹുൽ ഇന്നലെ പറഞ്ഞത്, അയാളുടെയും അയാളെപ്പോലെ പ്രതിധ്വനിച്ച ഈ നിരവധിയായിട്ടുള്ള സൈബർ കോൺഗ്രസ്സുകാരുടെയും എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെയും പ്രധാനപ്പെട്ട വാദം, ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് രാഹുലിന് അറിയുമായിരുന്നില്ല എന്നതാണ്. എല്ലാ ചർച്ചയിലും പോയിട്ട് ഇന്നലെ ഈ ചെറുപ്പക്കാരൻ രാഹുൽ ഈശ്വർ വാദിക്കുന്നുണ്ടായിരുന്നു. അതായത് അയാൾ പ്രണയവുമായിട്ട് പോയതാണ്, കുടുംബബന്ധം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇയാൾ വിവാഹിതയാണ് എന്നവർക്കറിയുമായിരുന്നില്ല ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് പിറ്റേ ദിവസം അവരാൽ തന്നെ പൊളിഞ്ഞു. കോടതിക്ക് അകത്ത് വക്കാലെടുത്ത അഭിഭാഷകർക്ക് കുറെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലേ പോകാൻ പറ്റൂ. അതിനകത്ത് ഈ ജാമ്യ അപേക്ഷക്കകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത് തന്നെ എന്ന് വെച്ചാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതാണ്, പെൺകുട്ടി പരിചയപ്പെടുമ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ വിവാഹിതയാണ് എന്നതാണ്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പെൺകുട്ടി എന്നോട് ഞാൻ വിവാഹിതയാണെന്നും കുടുംബബന്ധത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് എന്നും പറഞ്ഞു. എൻ്റെ കക്ഷിക്ക് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കുട്ടിയോട് എമ്പതി തോന്നി എന്നാണ് അതിൻ്റെ ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വറിൻ്റെ വാദം ആദ്യ ദിവസം തന്നെ പൊളിഞ്ഞു. അതായത് ഈ പ്രതിയെ വെളിയിലെ വാദം പൊളിഞ്ഞു. വക്കാലത്തെടുത്ത ആളെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ എന്ന് കുറേ ആളുകൾക്ക് അറിയാവുന്ന കാര്യം. വേറൊരു കാര്യം കൂടിയുണ്ട് സരീഷേ, രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അല്പം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിച്ചിരുന്നു എന്ന്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിച്ചിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ വക്കാലത്തെടുത്ത് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. രാഹുൽ ഈശ്വർ നമ്മുടെ സുഹൃത്താണ്, നമ്മളോട് ചർച്ചയ്ക്കൊക്കെ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനുള്ള ആളാണ്, സ്ഥിരമായിട്ടല്ലെങ്കിൽ പോലും നമ്മൾ എത്രയോ കാലമായിട്ട് കാണുന്നില്ല. പക്ഷേ രാഹുൽ ഈശ്വറിനോട് നമ്മൾക്കറിയാത്ത എന്തോ ഒരു കലിപ്പ് രാഹുൽ ഈശ്വറിന് ഈ രാഹുൽ മാങ്കൂട്ടത്തോടുണ്ട് എന്നെനിക്ക് നല്ല ബലമായ സംശയമുണ്ട്. അതായത് അയാളെ ഒന്നുകൂടി കുഴപ്പത്തിലേക്ക് അയക്കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ ഈ പുറത്തെ വക്കാലത്തെടുത്തതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, ഈ ശബ്ദരേഖ തെറ്റാണെന്ന് രാഹുലിന് വാദമില്ല, ഈ പറയുന്ന സ്ക്രീൻഷോട്ട് തെറ്റാണ് എന്നൊരു വാദം രാഹുലിനില്ല, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് രാഹുൽ പറയുന്നുണ്ട്. പക്ഷേ ഗർഭചിത്രം ഞാൻ നടത്തിയതല്ല, ആ കുട്ടി തന്നെ സ്വയം നടത്തിയതാണ്. ഗർഭമുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഭർത്താവിൻ്റേതായിരിക്കും. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ പൊളിഞ്ഞു പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. കാരണം ഇപ്പോൾ ഗർഭചിത്രം നടത്തിയതിന് തെളിവ് പെൺകുട്ടിക്ക് ഇതിനകം തന്നെ പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരിൽ വന്ന് അവിടെ നിന്ന് തന്നെ ഇന്ന ദിവസം ഇന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ചു എന്നീ പെൺകുട്ടി പറഞ്ഞാൽ ഇയാൾ തലേ ദിവസം ബാംഗ്ലൂരാണെന്ന് തെളിയിക്കാനും പറ്റും, ഇയാൾ നിലമ്പൂരിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനും പറ്റും. അവിടെ നിന്ന് വാട്സാപ്പ് വീഡിയോ കോൾ വിളിച്ചതിൻ്റെ ഇന്ന സമയത്ത് വിളിച്ചതിൻ്റെ രേഖയും അവിടെ കിട്ടും. അപ്പോൾ നമുക്കറിയാവുന്ന, പക്ഷേ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ചില്ലറക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ലോ, സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് നമ്മൾ പോലുള്ള ആളുകൾ പറയുന്നതായിരിക്കണമെന്നില്ല ശരി. പക്ഷേ എങ്കിലും ഇത്തരം കാര്യങ്ങൾ, ആ കുട്ടിയുടെ ആത്മാർത്ഥത, ആ കുട്ടിയുടെ ഉള്ളിലുള്ള സത്യം വിജയിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും പറയുന്നു മാരീഡാണ്. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതുകൂടെ പറഞ്ഞ് നിർത്താം, ഈ കുട്ടി മാരീഡാണ് അതുകൊണ്ട് എന്നാണ് ഇവരെല്ലാം പൊളിക്കുന്നതായിട്ട് എന്തോ വലിയ കണ്ടെത്തൽ നടത്തിയെന്ന മട്ടിലാണ് രാഹുൽ ഈശ്വർ തൊട്ട് സോഷ്യൽ മീഡിയ എഴുതുന്ന ആൾക്കാർ വരെ, ഇയാൾക്ക് വേണ്ടി എഴുതുന്ന ആളുകൾ ഈ കുട്ടി മാരീഡാണ് എന്ന് പറഞ്ഞത്. മാരീഡായാൽ ആ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? മാരീഡായാൽ തള്ളാമോ? മാരീഡായാൽ പിന്നെ പ്രഗ്നൻറ്റ് എന്ന് എഴുതിയിട്ട് അങ്ങോട്ട് അല്ല പിൽസ് വേണ്ട എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പ്രഗ്നൻസി ഉണ്ടാക്കിയതിന് ശേഷം പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടാമോ? ഇതിനെല്ലാം തെളിവുകൾ വരികയല്ലേ. അപ്പോൾ ഈ ആൾ മാരീഡാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നിയമത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ കുട്ടി വൾണറബിളായിട്ടുള്ള സ്റ്റേറ്റിലാണ് എന്ന് ഇയാൾക്കറിയാം. അതെല്ലാ ഇത്തരം കേസുകളിലെ പ്രഡേറ്റർമാരും ചെയ്യുന്ന കാര്യമല്ലേ. ഈ പെൺകുട്ടി മാരീഡായിട്ട് 2 മാസം മാത്രം നീണ്ടുന്നൊരു വിവാഹത്തിനകത്തായിരുന്നുവെന്നും
ആ വിവാഹം ബന്ധത്തിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഇയാളോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഇയാൾക്ക് എമ്പതി ഉണ്ടായി എന്ന് ഇയാൾ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു ബന്ധം സ്വാഭാവികമായിട്ടും ഈ കുട്ടിയെ എങ്ങനെ മിസ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ലേ ഇയാൾ അങ്ങോട്ടേക്ക് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരികയാണ് എന്നാണ് ഹർഷ എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ നമ്മളല്ല ഈ കാര്യങ്ങളിൽ അന്തിമമായിട്ട് പോകേണ്ടത്. ഈ നിയമ അന്വേഷണ നടപടികളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ നിലക്ക് തന്നെ കാര്യങ്ങൾ വന്ന് ഭവിക്കും. ഇതിനകത്ത് സത്യം വിജയിക്കും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ആദ്യം പറഞ്ഞതെങ്കിലും അതൊരു ശാശ്വത സത്യമാണല്ലോ. സത്യം വിജയിച്ചുകൊള്ളും. അതതിന് സത്യത്തിൻ്റെ കരുത്തുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പൊതുജനമധ്യത്തിൽ രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ തെളിവുകളോടെ പുറത്തു വന്നിരിക്കുന്ന ഈ പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ ആളാരാന്നറിയാവോ? അത് ബി ഗോപാലകൃഷ്ണനാണ്, BJP നേതാവ്. അദ്ദേഹം ഒരു ചർച്ചയിൽ നേരിട്ട് തന്നെയാണ് പറഞ്ഞത് രാഹുലിനെ ഈ നാട്ടുകാർ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഇങ്ങനെ ഒരു പേരാണ് എന്ന്. ആ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ ഒരു ജീവിയുടെ പേര്. ആ പേര് പറയാൻ കാരണം ഒരു പക്ഷിയുടെ പേര്. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് വീണ്ടും ബി ഗോപാലകൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഒന്നാമത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം ഇയാൾ ഈ രാഷ്ട്രീയ മാന്യത കാണിക്കാത്ത ഒരാളാണ്. ഒരു മാന്യത എന്നത് സംഭാഷണത്തിലോ പ്രവൃത്തിയിലോ പ്രവർത്തനത്തിലോ ഒന്നും കാണിക്കാത്ത ആളാണ് എന്നതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഇയാളെക്കുറിച്ച് ഈ ആരോപണം ഇങ്ങനെ വ്യാപകമായി നിലനിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതാരൊക്കെയാണ്? രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമപ്രവർത്തകർക്കും ഇടയിലൊക്കെ സജീവമായി ഉള്ള ആരോപണമാണ് ഇയാളിങ്ങനെ നിരന്തരം ശല്യം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അന്നത് വിശേഷിപ്പിച്ചതെന്ന് ബി ഗോപാലകൃഷ്ണൻ അന്ന് ആ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലും കേട്ടിട്ടുണ്ടാവാനൊക്കെ തന്നെയാണ്, രാഹുൽ ഈശ്വറും കേട്ടിട്ടുണ്ടാവാനൊക്കെയാണ് സാധ്യത. രാഹുൽ ഈശ്വറിനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു പെൺകുട്ടി മാത്രമല്ല പരാതിക്കാരി എന്നുള്ളത്. ഈ ഒരു പെൺകുട്ടി മാത്രമല്ല, മൊഴി കൊടുത്തിട്ടുള്ളയാൾ, കേസുമായി മുന്നോട്ട് കൊണ്ടുപോകാനേ താല്പര്യമില്ലാത്തതുള്ളൂ, മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ വേറെ ഉണ്ട് എന്നുള്ളത് രാഹുൽ ഈശ്വറിന് അറിയാം. പുറത്തു വന്ന ശബ്ദം ഈ ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല മറ്റു ചില പെൺകുട്ടികളുടെയും വന്നിട്ടുണ്ട് എന്നുള്ളത് രാഹുൽ ഈശ്വറിന് അറിയാം. എന്നിട്ടും വക്കാലത്തെടുത്താണ് രാഹുൽ ഈശ്വർ ഇറങ്ങിത്തിരിച്ചത്. അത് ഇന്ന് ഇപ്പോൾ ഈ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തതോടെ അത് സമ്പൂർണ്ണമായി പൊളിഞ്ഞു. സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സമ്പൂർണ്ണമായി പൊളിഞ്ഞു. ഇനി നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ്സിന് വളരെ ഗംഭീരമായി ജനങ്ങളെ അഭിമുഖീകരിക്കാവുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ട്. അതാണ് വാസ്തവം. അതായത് ഈ വിഷയത്തിൽ ഒരു പരാതി ഉണ്ടാകുന്നതിന് മുൻപ് നടപടി സ്വീകരിച്ചു കോൺഗ്രസ് പാർട്ടി. ഇയാളെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. അവിടെ തെരഞ്ഞെടുപ്പ് എങ്ങാനും ഇനി പ്രഖ്യാപിക്കുമോ എന്ന് ഭയന്നാണ് MLA സ്ഥാനം രാജിവെക്കാൻ ആ ഘട്ടത്തിൽ ആവശ്യപ്പെടാത്തത് എന്നും കോൺഗ്രസിൽ നിന്ന് തന്നെ ആ ഒരു കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ഈ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരെല്ലാം, ഞാനത് ആവർത്തിച്ച് പറയുകയാണ്, മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ ഇത്രയും ആർജവത്തോടെ ഇത്രയും നേതാക്കന്മാർ പറയുമെന്ന് എനിക്ക് സംശയമാണ്. ഇത്തരം ഒരു വിഷയം ഉണ്ടായാൽ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ ആർജവത്തോടെ ആദ്യഘട്ടത്തിൽ രാഹുൽ ശക്തമായി, മുതിർന്ന നേതാക്കന്മാർ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വരെ ആർജവത്തോടെ ഈ വനിതാ നേതാക്കന്മാർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. അങ്ങനെ നോക്കിയാൽ ഇവരെപ്പോഴും പറയുന്ന ജനാധിപത്യ പാർട്ടി എന്ന പ്രയോഗത്തെ ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു. ആ നിലയ്ക്ക് മുമ്പോട്ട് പോകുന്ന ഒരു വിഷയമാണിത്. അതിലിപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നു. ഞങ്ങൾ നേരത്തെ നടപടി സ്വീകരിച്ചതാണല്ലോ. അതുമായി ഇനി ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇവർക്കാർക്കും ഒരു ഭയമില്ലല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് ഭയമില്ലല്ലോ. അതല്ലെങ്കിൽ ഇപ്പോൾ VD സതീശന് ഒരു ഭയമില്ലല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താന് ഭയമില്ലല്ലോ. പക്ഷേ ഒരാവശ്യവുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ചീത്തപ്പേരുണ്ടാക്കുന്നത് ചില നേതാക്കന്മാരാണ്. അടൂർ പ്രകാശിനെ പോലെയുള്ള ചില നേതാക്കന്മാരാണ്, VK ശ്രീകണ്ഠനെ പോലെയുള്ള, തങ്കപ്പനെ പോലെയുള്ള നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ചീത്തപ്പേരുണ്ടാക്കുന്നത്. അവർ ഈ വിഷയത്തോട് പ്രതികരിക്കുമ്പോൾ തങ്കപ്പനൊക്കെ ഉള്ളിൽ സന്തോഷം അല്ല, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഒരു കാര്യം കൂടെ തെളിയുന്നത് എന്താണെന്നറിയാമോ? ഇത്രയും ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് കോൺഗ്രസ് നേതൃത്വം? അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ അത് കോൺഗ്രസിന് ഒരു അറിവുമില്ലാത്ത പരിപാടിയാണ്, കോൺഗ്രസിൻ്റെ വേദികളിലല്ല പങ്കെടുക്കുന്നത്, നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ അറിവില്ല എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അറിവുണ്ട് എന്ന് ഉറപ്പാക്കാവുന്ന പ്രതികരണങ്ങളാണ് VK ശ്രീകണ്ഠൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, തങ്കപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. VK ശ്രീകണ്ഠൻ PA അല്ല, ഞാനല്ല എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PA എന്നൊക്കെ ഇന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പുച്ഛിച്ചെങ്കിലും അദ്ദേഹം ഒരു PAയേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചതും പ്രവർത്തിച്ചതും എന്നുള്ള കാര്യം പറയുന്നതിന് ഒരു സംശയവും വേണ്ട. എന്തായാലും സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ സത്യം തന്നെയാവും വിജയിക്കുക. ഇപ്പോൾ ഈ ബെയിൽ ആപ്ലിക്കേഷനിൽ പോലും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാമാണ് കുത്തി നിറച്ചിരിക്കുന്നത്. ഇതൊന്നുമാണോ കോടതി പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. രാഷ്ട്രീയ ആരോപണങ്ങളല്ലല്ലോ കോടതി പരിഗണിക്കുക. ഇവിടെ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായി മെറിറ്റ് നോക്കിയില്ലെങ്കിലും
ഈ പറയുന്ന ആരോപണങ്ങൾ നിലനിൽക്കത്തക്കതാണോ, ചേർത്തിയ വകുപ്പുകൾ നിലനിൽക്കത്തക്കതാണോ എന്നതാണല്ലോ കോടതി പരിശോധിക്കുക. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മഹാരൂപികളായ എത്രയോ നേതാക്കൾ കേരള രാഷ്ട്രീയത്തിന് നെടുനായകത്വം വഹിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിൽ അവർ പരസ്പരം നേർക്ക് നേർ കലഹിച്ചിട്ടുണ്ട്. പ്രത്യയശാസ്ത്ര ദൃഢതയോടെ സമരമുഖങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. പരസ്പരം ആരോപണ ശരങ്ങൾ എയ്ത് പോരടിച്ചിട്ടുണ്ട്. പൊതുവിഷയങ്ങളിൽ ഭിന്നതകൾ മറന്നവരൊക്കെ അവർക്ക് ഈ പൊതുവിഷയങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് തോളോട് തോളൂരുമി നിന്നിട്ടുമുണ്ട്. സംശുദ്ധിയും ഉയർന്ന സാമൂഹിക ബോധവും ഒക്കെയാണ് എക്കാലത്തും കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര. അത് നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും അടിമുടി മാന്യന്മാരാണ്. ഇങ്ങനെ ഈ ഒരു കാര്യം വന്നതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും മോശക്കാരാണ് എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വെള്ള നിറത്തേക്കാൾ വെടിപ്പോടെ പൊതുസമൂഹത്തെയും രാഷ്ട്രീയത്തെയും സാമൂഹിക ബന്ധങ്ങളെയും കോർത്തിണക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ആ കോൺട്രാസ്റ്റ് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് എത്രമേൽ വലിയ പുഴുക്കുത്താണ് എന്ന് നമ്മൾ അവിശ്വാസത്തോടെ അന്തം വിടുന്നത്. നമ്മുടെ പൊതുമണ്ഡലത്തിന് ചേരുന്ന സ്പെസിമനെ അല്ല അയാൾ. അടിമുടി സാമൂഹിക വിരുദ്ധമാണ് അയാൾ തുടരുന്ന ശൈലി എന്ന് പറയുന്നതിന് ഒരു സംശയവും വേണ്ട. യുവതി നേരിട്ട കൊടും പീഡനത്തെ പറ്റി ഇനി ആവർത്തിക്കുന്നില്ല. രാഷ്ട്രീയ എതിരാളികൾ പോട്ടെ, സ്വന്തം പ്രതിപക്ഷ നേതാവിനെ പോലും തെറി അഭിഷേകം നടത്താൻ സൈബർ സേനയെ പോറ്റി വളർത്തുന്നയാളാണ് ഇയാൾ. ഇതുപോലൊരാൾ പ്രതിസ്ഥാനത്തുള്ളപ്പോൾ ആ യുവതിയുടെ സുരക്ഷ തന്നെ ചോദ്യചിഹ്നമാവുകയാണ്. അക്കാര്യത്തിൽ കേരളത്തിൻ്റെ ജാഗ്രതയോടെയുള്ള ശ്രദ്ധ വേണം. അതിഗുരുതരമായ സ്വഭാവദൂഷ്യമുള്ള രാഹുലിനെതിരായ ക്രിമിനൽ നിയമ നടപടികൾ ഒരു വഴിക്ക് നടക്കട്ടെ. അത്രയേറെ തെറ്റ് ചെയ്ത ഒരാളെ കോൺഗ്രസ് ഇനിയും എന്തിനു ചുമക്കുന്നു എന്ന ചോദ്യം തീർച്ചയായും അവശേഷിക്കുകയും ചെയ്യും. ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കട്ടെ, ആ പാർട്ടിയിലെ നീതിബോധമുള്ളവരും ഇതൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ടാകുമെന്ന് RDX ഉറച്ചു വിശ്വസിക്കുന്നു.